ഹായ് ഫ്രണ്ട്സ്, റീഷഡീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മസാല ചായയാണ്. നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള, നമുക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാവുന്ന ഒരു അടിപൊളി സിമ്പിൾ മസാല ചായയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് റീഷഡീസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിങ്ങും DIYയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ മസാല ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ഗ്ലാസ് ഉണ്ടല്ലോ 250 ml സാധാ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം. ഞാനിവിടെ 4 പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ട് നമുക്കിനി ഒരു കുഞ്ഞു കാര്യം ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ഇഞ്ചോളം വലുപ്പമുള്ള ഇഞ്ചിയും 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ചായയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ഏകദേശം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് ഇഞ്ചിയും ഏലക്കായും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഇഞ്ചി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ദഹനം ഒക്കെ, നമ്മുടെ ഡൈജഷനൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കില്ല. അപ്പോൾ ഇഞ്ചി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും അതുപോലെ ഏലക്കയാണ് ഇട്ടത്. 3 ഏലക്ക ചതച്ചിട്ടു. അതുപോലെ ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള ചെറിയ സൈസിലുള്ള ഇഞ്ചിയാണ് ഇട്ടിട്ടുള്ളത്. ഇഞ്ചി ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. പിന്നെ നമുക്കിനി ഇതിലോട്ട് 2 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കണം. ഗ്രാമ്പൂവും അതുപോലെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ ഇട്ടിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ചായ നമ്മൾ കുടിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ, മൈഗ്രെയിൻ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചായ കുടിച്ചാൽ നമുക്ക് വളരെ നല്ലൊരു ആശ്വാസം കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് ഡെയിലി ആയിട്ട് ഇത് കുടിക്കാം. നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും ഈ ചായ കുടിച്ചാൽ. നമ്മൾ സാധാരണ കുടിക്കുന്ന ചായയിൽ നിന്നും ഈ ചായ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും. പിന്നെ നമ്മൾ ഡെയിലി ഒരേ ചായ കുടിക്കുകയല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതല്ലേ. പിന്നെ പലർക്കും ഈ ചായ ചിലപ്പോൾ അറിയായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചായ ഇട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു 30 സെക്കൻഡോളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. തേയിലപ്പൊടി ഇടുമ്പോൾ നിങ്ങളുടെ കടുപ്പം അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം കടുപ്പത്തിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര കടുപ്പം ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ തേയിലപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പാൽ, അതായത് നമ്മൾ എത്രയാണോ വെള്ളം എടുത്തത് അതേ അളവിൽ പാലാണ് ആഡ് ചെയ്യുന്നത്. പാലിൻ്റെ നമ്മൾ ഈ ചായ ഒരു മീഡിയം തിക്നെസ്സിലും മീഡിയം കടുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, നല്ല കടുപ്പമുള്ള ചായയാണോ നല്ല തിക്കായിട്ട് വേണോ, അതനുസരിച്ചിട്ട് നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ചായ ഇടുന്നത് അതുപോലെ പാലും വെള്ളവും തേയിലപ്പൊടിയൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ പൊങ്ങി വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കും. സിമ്മിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ആ സിമ്മിൽ വെച്ചിട്ട് ഇതിനൊന്ന് തിളപ്പിക്കും. അങ്ങനെ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട എല്ലാ എസൻസും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം, ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് തിളപ്പിക്കും. അത് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഞാൻ നമ്മുടെ ഫ്ലെയിം ഹൈയിലാക്കി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. ഇപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ചായയിൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ചായ അരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മസാല ചായ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ സ്പെഷ്യലാക്കി ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് തന്നെ വീട്ടിലുള്ളവർക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തന്നെ. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിരിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ.